ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാനിങ്ങനെ വിചാരിക്കുമായിരുന്നേ, നമ്മുടെ വിശുദ്ധ കുർബാനയെ പറ്റി ഇങ്ങനെ തിങ്ങിയ സമയത്ത്, ശരിക്കും വിശുദ്ധ കുർബാന എന്ന് പറയുന്നത് ഒരു ഹാർട്ട് ട്രാൻസ്പ്ലാന്റേഷൻ അല്ലേന്ന്. അതായത് ആ, അതായത് ഇങ്ങനെ എസെക്കിയേൽ 36 അധ്യായം 26 പറയുന്നുണ്ടല്ലോ, അതായത് ശിലാഹൃദയം എടുത്തു മാറ്റി മാംസള ഹൃദയം നിങ്ങൾക്ക് നൽകുന്നു എന്ന് പറഞ്ഞിട്ട്. അപ്പം ശരിക്കും കാൽവരിയിൽ ഈശോ നമുക്ക് വേണ്ടി മരിച്ചു എന്ന് പറയുമ്പോൾ നമ്മൾ പാപത്തിൻ്റെ ആ ഒരു അവസ്ഥയിൽ മരിച്ചു കിടക്കുമായിരുന്നു. അതായത് നമ്മുടെ ഹാർട്ട് അവിടെ ഡെഡാണ്, പാപത്തിൻ്റെ ആ ഒരു മേഖലയിൽ പെട്ട്. അപ്പം ആ ഒരു ഹൃദയത്തിനെ റീപ്ലേസ് ചെയ്ത് ഈശോയുടെ ജീവനുള്ള ഹൃദയം നമുക്ക് തരിക ചെയ്യുന്നത്. അതാണല്ലോ വിശുദ്ധ കുർബാന. അപ്പം നമ്മളിങ്ങനെ നമ്മുടെ സ്പിരിച്വൽ ലൈഫിലായാലും അല്ലെങ്കിൽ ഇങ്ങനെ ശരീരത്തിൻ്റെ ഓരോ അവസ്ഥകളിലായാലും ഇങ്ങനെ അവശരായി അല്ലെങ്കിൽ തളർന്നു കഴിയുന്ന ഒരു ടൈമിലേക്ക് ഈ വിശുദ്ധ കുർബാനയിൽ നിന്ന് കിട്ടുന്ന ആ ഒരു ഊർജ്ജം, അത് നമ്മളെ ഒത്തിരി അധികം സ്ട്രെങ്തൻ ചെയ്യുന്നുള്ള ഒരു കാര്യം. ഇപ്പം ഈവൻ ഞാനാണെങ്കിൽ എൻ്റെ ഒരു ഡേയിൽ ഈ വിശുദ്ധ കുർബാന ഇല്ലാത്ത ഒരു ദിവസം എനിക്ക് ഇൻകംപ്ലീറ്റ്നെസ് ഫീൽ ചെയ്യാറുണ്ട്. മീൻസ് ഒന്നിനും ഒരു ഉത്സാഹമില്ല, അല്ലെങ്കിൽ എല്ലാം ഒരു ഡിസോർഡർ പോലെ. അല്ലെങ്കിൽ ഈവൻ ഞാൻ തന്നെ എൻ്റെ ഒരു എന്താ പറയുക, ഒരു അവസ്ഥകളുണ്ടാവുമല്ലോ, ഇങ്ങനെ പാപത്തിൻ്റെ അല്ലെങ്കിൽ വേദനകളുടെ ആയാലും അവസ്ഥകളിൽ ഈശോയുടെ ആ വിശുദ്ധ കുർബാനയെ കൂടിക്കഴിയുമ്പോൾ കിട്ടുന്ന ഒരു ആശ്വാസം, ശരിക്കും ഈശോയാണല്ലോ നമ്മുടെ ഉള്ളിലേക്ക് കടന്നു വന്ന് നമുക്ക് പുതുജീവൻ നൽകുന്നത്. അപ്പം ശരിക്കും ഉണ്ടല്ലോ, നമുക്ക് ഈ ഒരു ബോധ്യം ഉണ്ടെങ്കിൽ, അതായത് എത്ര തളർന്നു വീണാലും വിശുദ്ധ കുർബാനയിൽ നിന്ന് കിട്ടുന്ന ആ ഊർജ്ജം എൻ്റെ ലൈഫിനെ മുന്നോട്ട് കൊണ്ടുപോകുന്നുള്ള ആ ഒരു ബോധ്യം ഉണ്ടെങ്കിൽ നമ്മൾ ഒരിക്കലും തളരത്തില്ല. ആമേൻ.